ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയ ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ ഒരു 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നീളം കൂടിയ അരിയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി നല്ലതുപോലെ തിരുമ്മി കഴുകി നമുക്ക് അതിലൊരു സ്റ്റാർച്ച് ഉണ്ട്, ആ സ്റ്റാർച്ച് കളയണം. ഒരു 4-5 പ്രാവശ്യം നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കഴുകണം കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഒരു 5-6 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. 5-6 മണിക്കൂറൊക്കെ അരി കുതിർത്തിയിട്ട് നമ്മൾ ചോറാക്കി എടുക്കുമ്പോൾ ആ ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ തണുത്താലും ആ ചോറിൻ്റെ സോഫ്റ്റ്നെസ് മാറില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും ടൈമിൽ അരി കുതിർത്തിയിട്ട് നമ്മൾ വേവിച്ചെടുത്ത് നോക്കി നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിന് മാത്രമല്ല ബിരിയാണി വെക്കുമ്പോഴും ഇതുപോലെ തന്നെ റൈസ് കുതിർത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ച അരി നമുക്ക് അതൊരു അരിപ്പയിലിട്ടിട്ട് വാർത്തിട്ട് വേണം നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലാണ്ട് കുതിരാനായിട്ട് വെച്ച ആ വെള്ളത്തോടക്കനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം അതിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കണത് ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി മൂടി വെച്ച് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ചോറിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒരു അരിപ്പയിലൂടെ ഈ ചോറ് വാർത്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ വാർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് റൈസൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കണത്. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പിനേക്കാളും കൂടുതലുണ്ടാവും. നമ്മൾ ചിക്കൻ ബോൺലെസ് ആണ് കേട്ടോ. ഇത് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഉപ്പ് നമ്മുടെ സോയാ സോസിൽ ഉപ്പുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 2 മുട്ട ബീറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്കതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗമാണ് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുകൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനിയിപ്പോൾ അതിലേക്ക് ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 5 ബീൻസാണ് കേട്ടോ എടുത്തിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ.
അതിനുശേഷം അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 1.5 ക്യാരറ്റാണ് കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് വഴറ്റുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഫുള്ളിലായിരിക്കണം കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഒരു ചെറുതായിട്ടൊരു ക്രിസ്പിനെസ്സും കൂടി ഉണ്ടാവണം ഇതിന്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം. സോയാ സോസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് പച്ചക്കറിയിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഈ പച്ചക്കറിയിലേക്ക് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അത് ചോറും പച്ചക്കറികളും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക മണം ഉണ്ടാവില്ലേ, ആ മണം വരണത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയും അതുപോലെ തന്നെ വറുത്തെടുത്ത നമ്മുടെ ചിക്കനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് സെല്ലറി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.